പിന്നെ അദ്ദേഹം നടത്തിയത് കുറച്ചുകൂടി ഗുരുതരമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലാണ്. ആ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ കുന്തവും കുടച്ചക്രവും എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ജനാധിപത്യം മതേതരത്വം എന്നൊക്കെ പറയുന്നത് കുന്തവും കുടച്ചക്രവും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പ്രമോദ് നാരായണനൊക്കെ ഇടയ്ക്ക് പറയാറുണ്ട്. പ്രമോദ് നാരായണൻ അവിടുത്തെ ഒരു MLA ആണ്. അദ്ദേഹത്തെ സ്റ്റേജിൽ ഇരുത്തിക്കൊണ്ടാണ് ഈ കമൻറ്റ് പാസ്സാക്കിയത്. ഭാഗ്യത്തിന് പ്രമോദ് നാരായണൻ വാ തുറന്നില്ല, അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോഴാണ് ഈ കമൻറ്റ് പാസ്സാക്കിയത്. കൂടാതെ അദ്ദേഹം ഒരടി കൂടി അടിച്ചു. കാരണം ജനങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു ഭരണഘടനയാണ്. ആ ഭരണഘടനയിൽ വെറുതെ പുട്ടിന് പീരിയിടുന്നത് പോലെ ഇടക്ക് കുന്തവും കുടച്ചക്രവും, അതായത് മതേതരത്വവും ജനാധിപത്യവും എന്നൊക്കെ എഴുതി വെച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഇതെല്ലാം തന്നെ തൊഴിലാളികളെ കൊള്ളയടിക്കാൻ വേണ്ടി എഴുതി വെച്ചേക്കുന്നതാണ്, ജനങ്ങളെ കൊള്ളയടിക്കാനാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനത്ത് നിന്ന് പോരേണ്ടി വന്നു. പിന്നെ സജി ചെറിയാനോട് പിണറായിക്ക് വലിയ ഇഷ്ടമുള്ളതുകൊണ്ട് അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ തിരിച്ചെടുത്തു. കാരണം ഇതിൽ കഥയില്ലെന്നും ഇതിലൊരു പരാതിയുടെ പുറത്ത് കേസൊക്കെ എടുക്കേണ്ടി വന്നെങ്കിലും കേസൊക്കെ അന്വേഷിച്ച് എഴുതി തള്ളിയതിന് ശേഷം ഇദ്ദേഹത്തെ വീണ്ടും എടുത്തു.